ധനഹ 5-ാം വ്യാഴം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. എല്ലാവരുടെയും ശുശ്രൂഷകരാകുക. അവൻ വലുതാവുകയും ഞാൻ ചെറുതാവുകയും ചെയ്യട്ടെ. എന്നാൽ അവസാനം അവൻ്റെ ശിരസ്സ് ഛേദിക്കപ്പെട്ടു. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അവസാനം അവർ അവനെ കുരിശിലേറ്റി വധിച്ചു. എല്ലാവരുടെയും ശുശ്രൂഷകനായി ജീവിച്ചാൽ സമൂഹത്തിൽ യാതൊരു വിലയും നിലയുമില്ലാതെ പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് കാണപ്പെടുന്നത്. വിട്ടുകൊടുക്കുന്നിടത്തൊക്കെ തലയിൽ കയറി ഞരങ്ങുന്ന അനുഭവങ്ങളാണ് കാണാറുള്ളത്. അതിനാൽ മറ്റുള്ളവരെയൊക്കെ ഒന്നാമനാകാൻ വിട്ടിട്ട് താഴേക്കിറങ്ങിയാൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിന് യാതൊരു വിലയുമില്ല. ഇത്തരം ലൗകിക വിഷയങ്ങളല്ല യേശുവിൻ്റെ പ്രതിപാദ്യ വിഷയം. ലോകത്തോടെ അവസാനിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചല്ല അവൻ സംസാരിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ നിത്യമായ സ്ഥാനം ലഭിക്കാൻ ലോകമാനദണ്ഡങ്ങളൊന്നും ഉപകരിക്കുകയില്ല. ശുശ്രൂഷയുടെ വലിപ്പമാണ് സ്വർഗരാജ്യത്തിലെ വലിപ്പം. ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ഓട്ടക്കാലടയാണ് ദൈവസ്വീകാര്യമായതെന്നും ദരിദ്രരാണ് ഭാഗ്യവാനെന്നും പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിനുമേൽ വർദ്ധിക്കുമെന്നൊക്കെ അവൻ പ്രഖ്യാപിച്ചത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിലപാടാണെന്ന് നാം തിരിച്ചറിയുന്നു. അങ്ങനെ ലോകത്തിലെ മുൻപന്മാർ സ്വർഗത്തിലെ പിൻപന്മാരും ലോകത്തിലെ പിൻപന്മാർ സ്വർഗത്തിലെ മുൻപന്മാരുമാകും.